ഹായ്, ഫേസ്ലെസ് ആണ്. ലാലേട്ടൻ ചെകുത്താന്റെ കാര്യത്തിന് വേണ്ടി പ്രതികരിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തെയാണ് പറഞ്ഞിരുന്നതെങ്കിൽ അദ്ദേഹത്തിന് പ്രോബ്ലം ഇല്ലായിരുന്നു. അത് സത്യം തന്നെയാണ്. കാരണം ഇതിനു മുമ്പും അദ്ദേഹത്തിനെതിരെ കുറേ വീഡിയോകൾ ചെകുത്താൻ ചെയ്തിട്ടുണ്ട്, ടാർഗറ്റ് ചെയ്ത് തന്നെ. പക്ഷേ ഒരിക്കൽ പോലും അദ്ദേഹം പ്രതികരിച്ച് നമ്മൾ കണ്ടിട്ടില്ല. ഈവൻ അദ്ദേഹത്തിൻ്റെ ആരാധകർ പോലും അങ്ങനെ പ്രതികരിക്കാറില്ല. കാരണം പ്രതികരിച്ചിട്ട് കാര്യമില്ല എന്ന് തോന്നിയിട്ടുണ്ടാവുമായിരിക്കും. അത്രയധികം ടാർഗറ്റ് ചെയ്തിട്ടാണ് ചെകുത്താൻ വീഡിയോസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിനൊന്നും പ്രതികരിക്കാത്ത ലാലേട്ടൻ ഇപ്പോൾ ഈ ആർമിയെ പറഞ്ഞതുകൊണ്ട് അതിനെതിരെ ഞാൻ പരാതി നൽകുമെന്നാണ് പറയുന്നത്. ഇത് പോലീസ് വൃത്തങ്ങളിൽ നിന്ന് അറിയാൻ കഴിഞ്ഞാണ്. അപ്പോൾ 4 വഴിക്കും അജുവിന് പണി വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. ജാമ്യത്തിൽ ഇറങ്ങിയതിന് ശേഷമുള്ള അജുവിൻ്റെ പ്രതികരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അജു പറയുന്നത് പറഞ്ഞ കാര്യങ്ങളൊന്നും തെറ്റല്ല, പറഞ്ഞ രീതിയാണ് തെറ്റ്. അത് തന്നെയാണ് ആക്ച്വലി മെയിനായിട്ട് തെറ്റായിട്ട് വരുന്നത്. ആൾക്കാരെ അപമാനിച്ചുകൊണ്ട്, അല്ലെ ആർമിയെ അപമാനിച്ചു, അല്ലെങ്കിൽ ഒരു വ്യക്തിനെ അപമാനിച്ചു എന്നുള്ളത് തന്നെയാണ്. പിന്നെ കലാപാഹ്വാനം നടത്തിയിട്ടുണ്ടെന്നാണ് FIR-ൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് പുള്ളിക്കെതിരെയുള്ള ഇത്. അപ്പോൾ പുള്ളി പറയുന്നത് അങ്ങനെ ഒരു കാര്യം പുള്ളി ചെയ്തിട്ടില്ല, വ്യക്തിഹത്യയൊന്നും പുള്ളി ഉദ്ദേശിച്ചതല്ല. അതുപോലെ തന്നെ പുള്ളി പറഞ്ഞ കാര്യങ്ങളിൽ നിന്നും പുള്ളി പിന്മാറാൻ തയ്യാറല്ല. ആർമിയുടെ വിലപ്പെട്ട സമയം കളഞ്ഞതിൻ്റെ പേരിൽ മോഹൻലാലിനെതിരെ പുള്ളി കേസ് കൊടുക്കും എന്നാണ്, അതായത് പരാതിപ്പെടും, ആർമിയിൽ തന്നെ പരാതിപ്പെടും, ആർമിയിലോ എവിടെയോ പരാതിപ്പെടും എന്നാണ് പുള്ളി പറയുന്നത്. എന്തോ ആയിക്കോട്ടെ, അതങ്ങനെ ഒരു വഴിക്ക് നടക്കുന്നു. നമ്മളിങ്ങനെ കുറേ ന്യൂസുകളും കാര്യങ്ങളും ഒക്കെ കേൾക്കുമ്പോൾ ആ ഒരു സംഭവത്തെക്കുറിച്ച് ചെകുത്താൻ്റെ നിലപാട്, ചെകുത്താൻ സംസാരിച്ച രീതിയല്ല, കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാൻ തോന്നുന്ന കാര്യങ്ങളാണ്. അതായത് ആ സമയത്ത് ലാലേട്ടൻ അവിടെ പ്രസന്റബിൾ ആകേണ്ടിയിരുന്നോ ഇല്ലയോ എന്നുള്ളതിനേക്കാൾ കൂടുതൽ, കാരണം അദ്ദേഹത്തിൻ്റെ ഒരു പദവി വെച്ചാണ് അദ്ദേഹം അവിടേക്ക് ചെന്നത്. സെലിബ്രിറ്റി ആയിട്ടോ അല്ലെങ്കിൽ ഒരു സാധാരണ മനുഷ്യനായിട്ടോ അവിടേക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു പദവി ഉള്ളത് കൊണ്ട് പുള്ളിക്ക് അവിടേക്ക് ചെല്ലാൻ പറ്റും, പുള്ളിക്ക് നേരിട്ട് കാണാൻ പറ്റും. അല്ലെങ്കിൽ പുള്ളിയുടെ ആർമി പുള്ളിനെ ഇൻവൈറ്റ് ചെയ്തിട്ട്, ഇപ്പം ആരും അത് പറയുന്നത് കേൾക്കുന്നില്ല, പക്ഷേ ആദ്യത്തെ തുടക്ക സമയത്ത് അങ്ങനെയാണ് പറഞ്ഞു കേട്ടിരുന്നത്. ആർമി ഇൻവൈറ്റ് ചെയ്തുകൊണ്ടാണ് പുള്ളി വന്നതെന്ന്. പിന്നെ പുള്ളിയുടെ പദവി അങ്ങനെയാണ്, പുള്ളിയുടെ ആർമിയിലുള്ളവർ വർക്ക് ചെയ്യുന്ന സ്ഥലത്തേക്ക് ഒരാവേശം ഒക്കെ ആയിട്ട് പുള്ളി ചെല്ലുക എന്നുള്ളതാണ് പുള്ളിയുടെ പദവിയുടെ ഉദ്ദേശം തന്നെ. അപ്പം അങ്ങനെയാണ് പോയതെന്ന് ഒക്കെയാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. പക്ഷെ ഇപ്പോൾ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ ലാലേട്ടൻ ചെന്ന സമയത്ത് അത്രയും പേരുടെ ആൾക്കാർക്ക്, ജവാന്മാർക്ക് അല്ലെങ്കിൽ സോൾജേഴ്സിന് അത്രയും ടൈം നഷ്ടപ്പെടുകയാണ് ഉണ്ടായത്. ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൈമിന്, ഓരോ സെക്കൻഡിനും അവിടെ വിലയുള്ള ഒരു സ്ഥലത്താണ് അവർ വർക്ക് ചെയ്യുന്നത്. ഒരു അനുഭവിക്കുന്നവരുടെ അല്ലെങ്കിൽ ദുരിത ഭൂമിയിലാണ് അവർ വർക്ക് ചെയ്യുന്നത്. അപ്പം ഓരോ സെക്കൻഡിനും അവിടെ വിലയുണ്ട്. ഈ ചെകുത്താൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഞാനാണ് ആ മണ്ണിലടിയിൽ കിടന്നിരുന്നെങ്കിൽ മുകളിൽ അവിടെ സെൽഫി എടുക്കുകയും ചിരിക്കുകയും ആൾക്കാർ സന്തോഷിക്കുകയും ചെയ്യുന്ന കേൾക്കുമ്പോൾ എനിക്കുണ്ടാകുന്ന വിഷമം, അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ മകളോ മകനോ ആണ് ആ ഭൂമിക്കടിയിൽ കിടക്കുന്നതെങ്കിൽ ഇതുപോലെ തന്നെ മുകളിൽ വന്ന് സെൽഫി എടുക്കുന്നവരോട് നിങ്ങൾക്ക് സന്തോഷം തോന്നുമോ? ചോദ്യത്തിൽ കഴമ്പുണ്ട്. ചോദിച്ച രീതി തെറ്റാണെങ്കിലും ചോദ്യത്തിൽ കഴമ്പുണ്ട്. കാരണം അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളതിന് ഉത്തരം അവർ തരേണ്ടിയിരിക്കുന്നു. കാരണം അവിടെ ഒരു കുറേ ടൈം അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്, ഫോട്ടോ എടുക്കാനും ആള് കൂടിയിട്ടും ഒക്കെ ആയിട്ട് കുറച്ച് സമയം അവിടെ പോയിട്ടുണ്ട്. അപ്പം അതിനെക്കുറിച്ച് ശരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട കാര്യമാണ്. അത് ആർമിയുടെ കാര്യമായാലും ലാലേട്ടൻ്റെ കാര്യമായാലും അതിന് വ്യക്തമായ ഒരു ഉത്തരം നമുക്ക് കിട്ടേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിവേസ്, നമുക്ക് കാണാം എന്താണ് ഇനി മുന്നോട്ടുള്ള നീക്കങ്ങളെന്ന്. ഇതുവരെ ചെകുത്താന് 4 വഴിക്കും പണി വരുന്നുണ്ടെന്നാണ് കേട്ടത്. ചെകുത്താൻ കേസ് ആയിട്ട് പോയി കഴിഞ്ഞാൽ തന്നെ ഈ ജീവിതകാലം മുഴുവനും കേസ് വാദിച്ചുകൊണ്ടിരിക്കേണ്ടി വരും. ആർമിക്ക് എതിരെയൊക്കെ ആണെങ്കിലും കളി ചില്ലറ കളിയായിരിക്കുകയില്ല. അതുപോലെ തന്നെ ആർമി തിരിച്ചു കൊടുത്താലും ചില്ലറ കളിയായിരിക്കുകയില്ല. നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കുന്നതെന്ന്. ബൈ.